ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായി ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 3 ഇഴയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഭാഗത്ത് മാത്രം കെട്ടിടുക. അടിവശത്ത് നിന്ന് സൂചി മുകളിലോട്ടേക്ക് ഉയർത്തിയതിന് ശേഷം തൊട്ട് ഇപ്പുറത്തുള്ള പോയിന്റിലൂടെ തന്നെ സൂചി താഴോട്ടേക്കും കടത്തി വിടുക. ആ സമയത്ത് അവിടെ ഒരു സർക്കിൾ രൂപപ്പെടും. അതിനുള്ളിലൂടെ ആവണം അടുത്ത സൂചി കടത്തി വിടേണ്ടത്. അങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച്. ഇനി അതേ പോയിന്റിലൂടെ തന്നെ സൂചി കടത്തി വിട്ടതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്ന സർക്കിളിൻ്റെ ഉള്ളിലൂടെ താഴെ നിന്ന് മുകളിലോട്ടേക്ക് സൂചി ഉയർത്തുക. ഇതേപോലെ കണ്ടിന്യൂ ചെയ്തു പോകുകയാണ് വേണ്ടത്. ഇടത് കൈ കൊണ്ട് ആ ഒരു നൂലിനെ ഇങ്ങോട്ടേക്ക് വകച്ച് വെച്ചതിന് ശേഷം ആ പോയിന്റിലൂടെ തന്നെ അടിവശത്തേക്ക് സൂചി പോയി പിന്നെ മുകളിലോട്ടേക്ക് വന്ന് ആ സർക്കിളിനുള്ളിലൂടെ തന്നെ പുറത്തേക്ക് എടുക്കുന്നു. ചെയിൻ സ്റ്റിച്ച് ആകും. ഇടത് കൈയെ സപ്പോർട്ടിന് ആ ഒരു ത്രെഡ് പിടിക്കാൻ യൂസ് ചെയ്താൽ മതി. ആങ്കർ ത്രെഡ് 6 ഇഴ ഉള്ളത് മുഴുവനായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ കാരണം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഹെവി ചെയിൻ സ്റ്റിച്ചാണ്. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുക. പതിയെ വലിച്ചു കൊടുത്താൽ മതി, അധികം ടൈറ്റ് ചെയ്യാൻ പാടില്ല. വലിച്ചു വിട്ടതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ഒരു പോയിന്റിലൂടെ തന്നെ സൂചി താഴോട്ടേക്ക് എടുത്തതിന് ശേഷം തൊട്ട് മുന്നിലുള്ള പോയിന്റിലേക്ക് സൂചി കൊണ്ടുവരും. മുകളിലേക്ക് ഉയർത്തുക. ആ സർക്കിൾ എന്തായാലും അവിടെ വേണം. അതിനിടയിലായിരിക്കും ആ ഒരു സൂചി കടന്നു പോകുന്നത്. പതിയെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുർത്തിയിൽ യോക്ക് പോർഷനൊക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. സ്ലീവ്, നെക്ക് പോർഷൻ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റൈലിഷ് ആക്കി എടുക്കാൻ പറ്റും. എംബ്രോയ്ഡറി ത്രെഡ് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കളർ പോവാത്ത രീതിയിലുള്ള ത്രെഡായിരിക്കണം വാങ്ങിക്കുന്നത്. ആങ്കർ ത്രെഡ് കളർ പോകത്തില്ല. അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വൈറ്റ് ക്ലോത്തിലോ അല്ലെങ്കിൽ കളറുള്ള ക്ലോത്തിലാണെങ്കിൽ പോലും കളർ ഇളകുന്ന ത്രെഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ വാഷ് ചെയ്യുന്ന സമയത്ത് കളർ ഇളകി മെയിൻ ക്ലോത്തിലേക്ക് അത് വൃത്തികേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഞാനിത് മുഴുവനായി സ്റ്റിച്ച് ചെയ്തത് കാണിക്കുന്നില്ല. നിങ്ങൾ ഇതുപോലെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി മുയലാണിത്. ഇതിൻ്റെ ഐ പോർഷൻ നമുക്കൊരു ബ്ലാക്ക് ത്രെഡ് വെച്ച് ചെയ്യാം. ഇതേപോലെ തന്നെ താഴെ നിന്ന് മുകളിലോട്ടേക്ക് സൂചി കുത്തിയെടുത്തതിന് ശേഷം അവിടെ തന്നെ ചെറിയൊരു ഗ്യാപ്പിൽ സൂചി താഴോട്ടേക്കിട്ട് മുകളിലേക്ക് ഉയർത്തി ഒരു 3-4 തവണ സൂചിക്ക് ഇത് ചുറ്റി കൊടുക്കുക. പതിയെ വലിച്ച് വിടുക, അല്ല എങ്കിൽ കുരുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം അവിടെ തന്നെ സൂചി താഴോട്ടേക്ക് ഇറക്കുക. ഇനി അതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണ് ലാസ്റ്റ് കെട്ടിടുക എന്നുകൂടി പറയാം. അതിനും ഒരു മെത്തേഡുണ്ട്. ഇതാ ചെറിയൊരു പോർഷനിലൂടെ സൂചി കുത്തിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഐ ചെയ്തതുപോലെ ആ സൂചിയിൽ 2 തവണ ആ ഒരു ത്രെഡ് ചുറ്റിക്കൊടുക്കുക. പതിയെ വലിക്കുക. അവിടെ അതങ്ങനെ പതിയെ ടൈറ്റ് ചെയ്ത് വിടുവാണെങ്കിൽ അഴിഞ്ഞു പോകത്തില്ല. കട്ട് ചെയ്തേക്കും ബാക്കി പോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുയലിവിടെ